ഹൈ വെൽക്കം ടു സ്പോട്ട് ലൈറ്റ്. അരുൺ ആണ് ഇന്ന് എൻ്റെ കൂടെ. അയ്യോ, ഹോട്ട് സീറ്റ്, കോൾഡ് സീറ്റ്, ഷോർട്ട് സീറ്റ്, സ്മോൾ സീറ്റ്. ഈ സീറ്റിൽ വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്. ഓക്കെ, ഈ നദികളിൽ സുന്ദരി യമുന എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ ആരൊക്കെ പാടാറുണ്ട്? എലികളിൽ സുന്ദരി എലിസബത്ത് എന്ന്. കുട്ടിക്കാലത്തൊക്കെ ജെറി ആയിരുന്നു സുന്ദരനായിട്ടുള്ള ഒരു എലി. ടോം ആൻഡ് ജെറി എല്ലാവർക്കും ഇഷ്ടം. വേണ്ട, ബാക്കി ഞാൻ പറഞ്ഞോളാം. ഡൂഡ്, give an intro. ഇപ്പം ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ എന്താ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക? ഞാൻ എന്റെ പുതിയ സിനിമാക്കാരന്റെ കഥയൊക്കെ പറയാൻ വേണ്ടി ഇരിക്കാന്ന് പറയും. ഞാൻ രജിഷ വിജയനാണ്. പിന്നെ ബാക്കി എന്റെ പുതിയ സിനിമ വരാൻ പോകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്താലേ ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ രജിഷ വിജയൻ. ഞാനൊരു സിനിമാക്കാരിയാണ്. എന്റെ ഏറ്റവും പുതിയ സിനിമ ഒരു സിനിമാക്കാരന്റെ വിശേഷങ്ങളുമായി ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് 91.9 റേഡിയോ മാംഗോയുടെ സ്പോട്ട് ലൈറ്റിലാണ്. അരുണിന്റെ കൂടെയാണെന്നും കൂടി പറയായിരുന്നു. ഫേസ് ആയിട്ട് ഒട്ടും ചേരാത്തൊരു പേര്. അരുൺ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു പാവം നിഷ്കളങ്കനായ ഒരു കുട്ടി എന്നൊക്കെ. പക്ഷെ കണ്ട ഒരു ദാവൂദ്. സിനിമേന്റെ ഉള്ളിലെ സിനിമ കഥ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് അല്ലെ? ഉദയനാണ് താരത്തിലാണെങ്കിലും ബെസ്റ്റ് ആക്ടറിലാണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകൾ. അപ്പൊ രജിഷ, എങ്ങനെയാണ് ഒരു സിനിമാക്കാരൻ ഈ സിനിമകളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി ആവുന്നത്? ഒരു സിനിമാക്കാരനില് സിനിമ ജസ്റ്റ് ഒരു ക്യാരക്ടറാണ്, ജസ്റ്റ് ബാക്ക്ഡ്രോപ്പ്. ഓക്കെ, സിനിമയല്ല പടം. അതായത് സിനിമ പിടിക്കാൻ പോകുന്നതും അത് മാത്രമല്ല. ആൽബിയുടെ ലൈഫില് ആൽബി ബേസിക്കലി ഒരു സിനിമാക്കാരനാണ് എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആ സിനിമാക്കാരൻ അനുഭവിക്കുന്ന പുച്ഛങ്ങൾ, ആ സിനിമാക്കാരന്റെ ലൈഫിൽ റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, പുള്ളിക്കാരൻ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവരുന്ന. സോ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഉള്ളതുകൊണ്ട് അവർ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോഴുള്ള കുറെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഇവര് റീലൊക്കേറ്റ് ആവുന്ന ഒരു ഫ്ലാറ്റിലോട്ടാണ്. അപ്പൊ അവിടെ ഒരു ഫ്ലാറ്റ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തത്തിൽ ആ ഒരു സാധനമുണ്ട്. പിന്നെ പുള്ളിക്കാരന്റെ അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാ പോകുന്നത്, അമ്മായി അപ്പനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. സോ ബേസിക്കലി ആൽബിയുടെ ജീവിതത്തിൽ ചുറ്റും ആ ഒരു കാലയളവിൽ എന്ത് സംഭവിക്കുന്നു, പുള്ളി ഒരു സിനിമാക്കാരനായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സിനിമാക്കാരന് മാത്രമല്ല ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് നമ്മൾ വിചാരിച്ച് ആഗ്രഹിച്ചു. ഇപ്പൊ ഒരു ആർജി ആവാൻ ആഗ്രഹിക്കുന്ന ഒരാള്, ഹിസ് നോട്ട് ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രം എനിവേ. പുള്ളിയാണ് ഓടിച്ചൊരു പെണ്ണിനെ കെട്ടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം എന്തൊക്കെ അനുഭവിക്കും? അത് തന്നെയാണ്. സോ അതാ ഞാൻ പറയാം, എന്റെ ആഗ്രഹത്തിലുള്ള ഒരു ജോലി അതെനിക്ക് നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അതിലിങ്ങനെ സെർച്ച് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് അപ്പം അങ്ങനെ നമ്മൾ പാഷനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഹു ഹാവ് നോട്ട് യെറ്റ് ബീൻ സക്സസ്ഫുൾ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു, വാട്ട് എവർ. അപ്പം ആ കാറ്റഗറിയിൽ വന്ന എല്ലാവർക്കും കണക്ട് ആവാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ അലിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് ഇത്ര ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ജോലി വിട്ടിട്ടൊക്കെ. ഐ റിമെമ്പർ ടോവിനോ ഒക്കെ ഉള്ള ജോലിയൊക്കെ വിട്ടിട്ടാണ് വന്നിട്ട് ആക്ടറായത്. സോ അങ്ങനെ എത്ര ആൾക്കാരുണ്ട്, റൈറ്റ്? ബോമൻ ഇറാനി ബിക്കേം ആൻ ആക്ടർ അറ്റ് ദി ഏജ് ഓഫ് 44. 44-ാമത്തെ വയസ്സിലാണ് ഒരു മനുഷ്യന് ആക്ടറായി മാറുന്നത്. സോ അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ പാഷനെ വർക്കൗട്ട് ചെയ്തെടുക്കാന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും നമ്മളെ മുന്നിൽ. അതെങ്ങനെ റിസോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതാണ് പടം. രജിഷ പണ്ട് കണ്ട രജിഷ ഒന്നും അല്ല, ഭയങ്കരമായിട്ട് മാറിപ്പോയി, ഭയങ്കര ചേഞ്ച്. ഐ ഡോണ്ട് നോ, വി ഓൾ ചേഞ്ച്. മൈന്യൂട്ട് ചേഞ്ചസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ചേഞ്ചസ് ഇന്നേവിറ്റബിൾ, ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. യു ലേൺ. പക്ഷെ അല്ലാണ്ട് ഐ തിങ്ക് വലിയ ചേഞ്ചസ് ഒന്നും എന്റെ ഉണ്ടായിട്ടൊന്നുമില്ല. എന്ത് വകയിലുണ്ടാവാനോ? അല്ല, ഇടയ്ക്ക് വെച്ചൊരു അവാർഡ് കിട്ടില്ലേ? അപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോണ്ടാവുന്ന ചെറിയ മാറ്റൊക്കെ ചെറുതായിട്ട് ലേശ അഹങ്കാരോ? ഇല്ല, ഐ ഡോണ്ട് തിങ്ക് അഹങ്കരിക്കേണ്ട ഒരു കാര്യമാണ് അത് എന്നുള്ളത്. സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഫീലിംഗ് എന്തായിരുന്നു? എനിക്കോ അതായിരുന്നു ഫസ്റ്റ് ഫീലിംഗ്. എനിക്കോ ആദ്യം ആരെയാ വിളിച്ചേ? ലൈക്ക് അനൗൺസ് ചെയ്തതിന് ശേഷം ഐ തിങ്ക് ആദ്യം വിളിച്ച ആസിഫ് അലിയ, പക്ഷെ കണക്ട് ആയിട്ടില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് ഓൺ എയർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഐ ഡോണ്ട് റിമെമ്പർ മാൻ, ഐ വാസ് ലൈക്ക് ബോംബാർഡഡ് വിത്ത് കോൾസ് ആയിരുന്നു അന്ന്. ഒരുപാട് പേരുണ്ടായിരുന്നു, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ലൈക്ക് ഇഫ് യു ആസ്കിംഗ് അബൌട്ട് മൂവീസ്. പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് വിളിച്ചു, CM വരെ വിളിച്ചു. ഐ വാസ് ലൈക്ക് വാവ്, CM വിളിച്ചു. വേറൊരു അവാർഡൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ അറിയുന്ന നമ്മൾ സിനിമയിലുള്ള കൊളീഗ്സ് അത്രയല്ലേ ഉള്ളൂ, അല്ലാണ്ട് ഈ ഗവൺമെന്റ് ആയിട്ട് ഇൻവോൾവ് അല്ലല്ലോ. ലീഗിനെ മാറി എന്നുള്ളതാണ്, വിളിക്കുന്ന ആൾക്കാർ മാറും. ദാറ്റ് വാസ് എ വെരി പ്രൗഡ് മൊമെന്റ്. ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു നിമിഷമായിരുന്നു. പക്ഷെ എവറിഥിങ് വാസ് സച്ച് എ ബ്ലർ. കാരണം ആ 2-3 ദിവസം ഷൂട്ടും ഉണ്ടായിരുന്നു ഒരു സിനിമാക്കാരന്റെ. അപ്പം മൊത്തത്തിലൊരു പൊഹ നമ്മൾ പറയില്ലേ, അങ്ങനെയായിരുന്നു. കാരണം രാത്രി 3 മണിവരെയൊക്കെ ഞാൻ കോൾസ് എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വിളിക്കാൻ പറ്റാത്തവർക്ക് മെസ്സേജ് തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ ഷൂട്ട്, മൊത്തം ബഹളമായിരുന്നു. ഇത് സംഭവിച്ചു എന്ന് എനിക്കൊന്ന് സിങ്കിന് ചെയ്യണ്ടേ, എനിക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സമയം സാവകാശം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഞാനിങ്ങനെ എല്ലാവരുടെ താങ്ക് യു പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. ഐ
നോ ഐ ഗോട്ട് ഇറ്റ്. പക്ഷെ എന്താ കിട്ടിയേ, എന്തിനാ കിട്ടിയേ, എങ്ങനെ കിട്ടി, അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനോ ഒന്നും അവലോഹിക്കാനോ എന്നൊക്കെ പറയില്ലേ നമ്മള്, അവലോകനം ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ ദെൻ അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ രാത്രി ഞാനിങ്ങനെ വെറുതെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആക്ട്രസസിന്റെ ലിസ്റ്റ് വിക്കിപീഡിയ തുറന്നപ്പം അതും എല്ലാം മറ്റേ റെപ്യൂട്ടഡ് ആക്ട്രസസ്. യു ഹാവ് ബീൻ എ ഫാൻ ഓഫ് ദം, യു നോ, ലാസ്റ്റ് ബീങ് പാർവതി, സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് നെക്സ്റ്റ് രജിഷ ലൈക്ക് അപ്പോഴാണ് ശരിക്കും അതൊന്ന് കത്തിയതൊക്കെ. ഓക്കെ ഫൈൻ, യുനോ, കാരണം ദിസ് വിൽ ബി ഫോർ എവർ ദർ. ബാക്കി കൊമേഴ്ഷ്യൽ അവാർഡ്സ് ഒക്കെ ഫൈൻ, എല്ലാ വർഷവും വരും, അത്രയേ ഉള്ളൂ. ഈ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്നത്തേക്കുമായിട്ട് നമ്മൾ യുനോ എഴുതി കഴിഞ്ഞു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ദാറ്റ് വാസ് ഹ്യൂജ്. കാരണം എൻ്റെ അടുത്ത് ആൾക്കാരും പറഞ്ഞു, ഇനി എന്താ നിൻ്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞു ഇതുപോലും ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നല്ല. ലൈക്ക് ബിക്കോസ് എനിക്ക് പ്രതീക്ഷിക്കാണ്ടിരിക്കാനുള്ള വകയുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വകയുണ്ടായിരുന്നു. കാരണം അല്ലേ, റൈറ്റ്, ന്യൂ പേഴ്സൺ, ഫസ്റ്റ് മൂവി, ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് അല്ല കൊടുത്തിട്ടുള്ളത്, ഇതുപോലെ മൂവീസിനല്ല കൊടുത്തിട്ടുള്ളത്. ആൻഡ് പ്ലസ് ഐ വാസ് നോട്ട് ഈവൻ അവെയർ യുനോ ഇവരിത് ജൂറിക്ക് അയച്ചിട്ടുണ്ട് പടം എന്നുള്ളത്. അപ്പൊ പിന്നെ വന്നപ്പോ അതൊരു വല്ലാത്തൊരു ഭയങ്കര ഷോക്കായിരുന്നു, ഞെട്ടൽ. എന്റെ അച്ഛനും അമ്മ, അനിയത്തി, എല്ലാവരും കൈയൊക്കെ സത്യം പറഞ്ഞാൽ ആരും മരിച്ചു എന്നുള്ള ന്യൂസ് കിട്ടിയ എക്സ്പ്രഷൻ ഒക്കെ ആയിരുന്നു അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ മുഖത്ത്. എന്താ ഇപ്പം സംഭവിച്ചതെന്നൊക്കെ. ബട്ട് ഇറ്റ് വാസ് ഹ്യൂജ്. പക്ഷെ അങ്ങനെ ആ ഒരു 2-3 ദിവസമേ ഉള്ളായിരുന്നു. 4ാമത്തെ ദിവസം തൊട്ട് ഐ വാസ് ബാക്ക് ടു നോർമൽ. എലി പാവം, മെർലിൻ പാവം, സാറ പാവം, ഒരു വില്ലത്തൊക്കെ ആവണ്ടേ. ഐ ലവ് ക്യാരക്ടേഴ്സ് വിത്ത് എ ഷെയ്ഡ് ഓഫ് ഗ്രേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ലൈക്ക് എല്ലാ മനുഷ്യന്മാരിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരു സൈഡ് ഉണ്ടാവും. അതിന്റെ അളവുകൾ കൂടിയും കുറയും വരും എന്നുള്ളൂ. അപ്പം വെറും എല്ലാം ഹീറോയിസും എല്ലാം നല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ശ്രദ്ധിച്ചറിയാം, നമുക്ക് ഈ ഇടയായിട്ട് ഇറങ്ങുന്ന എല്ലാ ഹീറോസും പെർഫെക്റ്റ് അല്ല, എല്ലാ ഹീറോയിൻസും പെർഫെക്റ്റ് അല്ല. സോ ഐ ഓൾവേസ് വോണ്ട് ടു ഡു റോൾസ് in which I am not this, you know, picture perfect നായിക, അല്ലെങ്കിൽ ആ ഒരു സാധനമല്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാധനം അതായിരുന്നു എലി. പക്ഷേ ഇത്തിരി സോ അങ്ങനെ. അപ്പൊ എനിക്ക് അഫ്കോഴ്സ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഉള്ള കഥാപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് ഇന്നത്തെ സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ കുറയുന്നത്. പണ്ടത്തെ സീനൊക്കെ കുറെ മാറി. പണ്ട് നമ്മൾ കണ്ടുപോലെ നമുക്കിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഓക്കെ ഇത് കോമഡിയാണ്, ഇത് ഹീറോ ആയിരിക്കും, ഇത് വില്ലനായിരിക്കും, അല്ലെ, ഇത് സൈഡ് ഗീക്ക് ആയിരിക്കും, ഇങ്ങനെ കട്ട് സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പം നായകൻ തന്നെയാ മിക്കവാറും വില്ലൻ. മൂവീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലോപ്സിനെ പേടിയുണ്ടോ? വി ആർ ബൗണ്ട് ടു മേക്ക് മിസ്റ്റേക്ക് ഈവൻ യുവർ കരിയർ. ഒരു 2 പടമൊക്കെ ഫ്ലോപ്പ് ആയാൽ മാത്രമേ ഞാൻ പഠിക്കാൻ പോകുന്നുള്ളൂ. നമ്മളെല്ലാവരും ഈ ഏതൊരു ആക്ടറിന്റെ കരിയറിലാണ് ഫ്ലോപ്സ് ഇല്ലാത്തത്. കഴിഞ്ഞ ദിവസം ഷാറുഖ് ഖാൻ വാസ് സേയിങ് യുനോ ആലിയ ബട്ട് ഇസ് ടു ഗുഡ് ടു സൂൺ. കാരണം ഹി വാസ് ആസ്കിങ് യുനോ വൈ ഡു യു തിങ്ക്, എന്താ അങ്ങനെ പറയാൻ കാരണം ആലിയനെ കുറിച്ച്? ഷീ ഈസ് എ ബ്രില്യന്റ് ആക്ടർ. ഹീസ് ലൈക്ക് ഐ എം സ്കേർഡ് യുനോ ഷീ ഈസ് ഡൂയിങ് സോ മെനി സക്സസ്ഫുൾ മൂവീസ് ടുഗദർ ദാറ്റ് ഷീ ഈസ് നോട്ട് ടേസ്റ്റിംഗ് ഫെയിലിയർ എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് ഇറ്റ് വോണ്ട് ഹെൽപ്പ് us ഗ്രോ. നമ്മൾ ഈ സക്സസ് തന്നെ ആയാൽ നമുക്ക് വളരാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നം. അപ്പൊ കരിയറിൽ ആ മിസ്റ്റേക്സ് ഒക്കെ നടക്കണമെങ്കിൽ നമ്മൾ പേടിക്കരുത്. യു ഷുഡ് ബി ഏബിൾ ടു യുനോ ജംപ് ഇൻ ടു ഇറ്റ്, ഗോ വിത്ത് യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം. അല്ല ഒരിക്കലും ഒരാളും ഫ്ലോപ്പ് ആണെന്ന് വിചാരിച്ച സിനിമ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. ഹാപ്പൻസ്, ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു സാധനം. പക്ഷെ ഈ ഭയങ്കരമായിട്ട് പേടിച്ച് നമ്മളെ തന്നെ എങ്ങനെ പറയാ, ആക്ച്വലി വിചാരിക്കാൻ ഇപ്പൊ നല്ലൊരു പേരുണ്ട് നിർത്തി അങ്ങ് പോയേക്കാം. അല്ല അവാർഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ പേര് ചീത്തയാക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ നമ്മളൊരു സാധനത്തിന് കാണാൻ തുടങ്ങിയുള്ള പ്രശ്നം. ഇൻഫാക്ട് I think any award you should just seek, you know, okay fine, it's just a motivation, it's just telling you, you know, നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണ്, നമ്മൾ എടുത്ത കരിയർ കറക്റ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ ആയിട്ട് മാത്രം കണ്ട് അങ്ങ് മൂവ് ഓൺ ചെയ്യും, അത് കഴിഞ്ഞ്. സോ ബട്ട് ദ ഓൺലി തിങ് ഐ ക്യാൻ ഡു ഇസ് നോട്ട് ലെറ്റ് ഇറ്റ് ഗെറ്റ് ഇൻ ടു മൈ ഹെഡ്. എന്റെ തലയിൽ ആ സാധനം അധികം കയറാണ്ടിരിക്കുക എന്നുള്ള സാധനം മാത്രം എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റും. രജിഷ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ? ഡ്രൈവ് അനുരാഗ് കരിക്കും വെള്ളത്തിന്റെ ഷൂട്ടിന് പഠിച്ചതാണ്. പക്ഷെ അതിനുശേഷം ശരിക്കും പഠിച്ചത്. എൽബോർഡ് വണ്ടിക്ക് ഇപ്പൊ എപ്പോഴും ഉണ്ട്. പക്ഷെ കൊച്ചിന്ന് കോഴിക്കോട് വരെ ഓടിച്ചു കേട്ടോ. എനിക്ക് ഇവിടെ ട്രാഫിക്കിൽ ഓടിക്കാനാണ്. കാരണം എപ്പോഴാ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബൈക്ക് വരിക എന്നുള്ളൊരു പേടിയില്ലേ. പിന്നെ എസ്പെഷ്യലി വെൻ ദേ സീ എ ലേഡി ഡ്രൈവർ ഭയങ്കര പ്രജുഡിസ്ഡ് ആണ്. ഈ സ്ത്രീകൾ മോശം ഡ്രൈവേഴ്സ് ആണോ? ടോട്ടലി റോങ്. എനിക്കൊന്ന് സ്ത്രീകൾ കുറച്ചും കൂടെ കെയറിംഗ് ആണ്. ലൈക്ക് വി കെയർ അബൌട്ട് ദ സിറ്റുവേഷൻ. ഓ മൈ ഗോഡ് ഇഫ് സംതിങ് ഹാപ്പൻസ് എന്നുള്ള. അല്ലാണ്ട് ഇടിച്ചാലും 2 തെറി വിളിച്ചങ്ങ് പോവാലോ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഏതാക്കും എടുത്തിട്ട് പോവാം. ടൂ മച്ച് ഓഫ് കെയറിംഗിലാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ പതുക്കെ നിന്ന് പോകുന്നതും പതുക്കെ ആയി പോകുന്നതും. സോ അതാണ് രണ്ടിന്റെ എക്സ്ട്രീംസിൽ പോവാണ്ട്. പക്ഷെ ഐ നോ ലോട്ട് ഓഫ് ഗേൾസ് ഹു ഡ്രൈവ് റിയലി വെൽ. എന്നെ മറുകാണും. എനിക്ക് പറഞ്ഞു മടുത്ത്. പീപ്പിൾ വിൽ ബി ലൈക്ക് രജിഷ ആരോ ഇടിച്ചു കരിയായി. ആണോ? കണ്ണ് കാണില്ലല്ലേ? യു ഷുഡ് വെയർ സ്പെക്സ്. ഇടത്തെ കവിളിൽ എനിക്കൊരു മറുകുണ്ട്.
പക്ഷെ അത് കണ്ടാൽ മറകാന്ന് തോന്നില്ല പെട്ടെന്ന് ആൾക്കാർക്ക്. ചിലവർ ഇതൊക്കെ തോന്നിച്ചാലും കൺമഷി വരേണ്ടതാണ്, അല്ലെങ്കിൽ ആരോ ഇടിച്ചതാ ചതച്ചത്. ഡാൻ ബ്രൗണിന്റെ ലോസ്റ്റ് സിമ്പിൾ എന്നുള്ള ബുക്കിൽ മലാക്ക് എന്നുള്ള ക്യാരക്ടർ ഉണ്ട്. അയാളുടെ മുഖത്ത് മൊത്തം ടാറ്റു ആണ്. ഞാനതല്ല, ഞാൻ വായിച്ചിട്ടുള്ള ബുക്കാ. ഞാൻ മലാക്കല്ല. മലാക്കല്ല? അല്ല, മലാക്കിന് മുടിയൊന്നുമില്ല. മലാക്ക് അയ്യാടാ, you telling me I look like Malak? No, not exactly. Yeah, You can okay. actually try it. I don't. ഫേസിലൊക്കെ ടാറ്റു അടിക്കാനോ? No way. ടാറ്റു താല്പര്യമുണ്ടോ? Maybe. Yeah, of course. Getting inked is something which I want to do. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം. പക്ഷെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ഐഡിയ ഇല്ലാണ്ട് വെറുതെ ഒരു ഇതിന് അഡ്രിനാലിൻ റഷിന്റെ പറഞ്ഞു ഇന്ന് ഞാനൊരു ടാറ്റു അടിക്കുന്ന അങ്ങനെയല്ല. ഇന്ന് ഞാനൊരു കുത്തബ് മിനാർ പണിയുന്നു. ഐ എം നോട്ട് സമൺ ലൈക്ക് ദാറ്റ് ബിക്കോസ് ദിസ് ഇസ് ഫോർ എവർ. നമ്മൾ എന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു സാധനമായിരിക്കും. സോ you have to really own up to it. ആദ്യത്തെ 5 വർഷം അതിനോട് ഇഷ്ടമുണ്ടായി, 6ാമത്തെ വർഷം തൊട്ട് എൻ്റെ വിശ്വാസങ്ങൾ മാറി, ഞാൻ ഇതിലല്ല വിശ്വസിക്കുന്നത്, I can't do it. അപ്പോൾ ഒരു പക്ക ഞാൻ ഈ ഭയങ്കരമായിട്ട് ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടും, ഐ വിൽ ഡു. അപ്പോൾ അതിന് റിസർച്ചിലാണോ? ഒരു സിനിമാക്കാരൻ ആരായിട്ടാണ്? സിനിമാക്കാരനായിട്ടാണോ? അല്ല, സിനിമാക്കാരന്റെ ഗേൾഫ്രണ്ടും പിന്നെ ഭാര്യയായിട്ടാണ് വരുന്നത്. എങ്ങനെ സിനിമാക്കാരനിലേക്ക് എത്തി? ഫൈൻ ഡേ ഹി അപ്രോച്ച്ഡ് മീ, ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി കേട്ടപ്പം അമ്മ ഉണ്ടായിരുന്നു കൂടെ. കേട്ട് കഴിഞ്ഞപ്പോ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു, ഡയറക്ടറിന്റെയും കണ്ണ് നിറഞ്ഞു. ദേ വർ വെരി ഇൻവോൾവ് ഇൻ ദ സ്റ്റോറി. അപ്പം ഞാൻ ആക്ച്വലി നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടറിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് സ്പോട്ടിൽ സ്ക്രിപ്റ്റ് വാസ് സോ ഗുഡ് ദാറ്റ് ഐ സെഡ് യെസ്. വെരി ഇമോഷണൽ സ്റ്റോറി. അങ്ങനെയല്ല, കരയിപ്പിക്കുന്ന അങ്ങനത്തെ സ്റ്റോറിയാന്നല്ല ഞാൻ പറയുന്നത്. ചില സാധനങ്ങൾ നമ്മളുമായിട്ടും കണക്ട് ആവും എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആരെങ്കിലൊക്കെ. സോ ഒരു സിനിമാക്കാരൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാൻ ഡെയിലി മറ്റേ ഷൂട്ടിൽ ലൊക്കേഷനിൽ പോകുന്ന കാണുന്നുണ്ട്. സോ എവ്രി വൺ ഇസ് ഗോയിങ് ത്രൂ ആ ഒരു, അല്ലെങ്കിൽ ഐ ഹാവ് സോ മെനി ഫ്രണ്ട്സ് ഹു റിയലി വോണ്ട് ടു എന്തെങ്കിലുമൊക്കെ സിനിമയിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ അലയുന്ന ഒരു പീരീഡാണ് ഈ ഒരു സിനിമാക്കാരൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഒരു നമ്മൾ കഥയിൽ കാണിക്കുന്നത്. ബിക്കോസ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ആവാൻ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടാവുന്ന ഒരു സമയം. അപ്പം ആ ടൈമിൽ പിന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ വരുന്ന ബാക്കി പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അത് സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിന്റെ ഒരു കഥയാണ് ഒരു സിനിമാക്കാരൻ. സത്യം പറയുകയാണെങ്കിൽ ഈ സിനിമാക്കാരുടെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞു, സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തു, ഇങ്ങനെ വിഷമായി എന്നൊക്കെ പറഞ്ഞു. എപ്പോഴായിരുന്നു രജിഷയുടെ ലൈഫിലെ ആ ദാരിദ്ര്യകാലം? ഞാൻ നോയിഡയിൽ ആമിറ്റിയിലാണ് പഠിച്ചത്. ആമിറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഭയങ്കര ഹൈഫൈ കോളേജ്. നമുക്കൊന്ന് അഫോർഡ് ചെയ്യാൻ ലൈഫ് സ്റ്റൈൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് അല്ലേ. വെരി വെരി റിച്ച് കിഡ്സ്, റിച്ച് ഫാദേഴ്സ് കിഡ്സ് ആണ് കൂടുതൽ പേരും. പക്ഷെ ഐ വെന്റ് ദർ പ്യോർലി ടു സ്റ്റഡി. സോ ഐ ഹാഡ് എ സ്കോളർഷിപ്പ് ആൻഡ് എവറിത്തിങ്. അപ്പം എനിക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും നോയിഡയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര കൂടുതലാണ് ഡൽഹിയിലും. അപ്പോൾ നമുക്ക് നമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊന്നും ജീവിച്ചു പോകാൻ പറ്റില്ല. പിന്നെ അന്ന് ഈ ഫ്രീ ടോക്ക് ടൈം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഫ്രണ്ട്സ് ഒക്കെ നാട്ടിലാണ്. റീചാർജ് ചെയ്യണമെങ്കിൽ ഒരു ലഞ്ച് സ്കിപ്പ് ചെയ്യേണ്ടി വരും. 3 മാസം കൂടുമ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കാൻ ഷോപ്പിങ്ങിന് പോകാറുള്ളൂ. ഐ ഹാഡ് ലൈക്ക് 4-5 pairs ഓഫ് ജീൻസ് ത്രൂ ഔട്ട്, അത്ര ഉണ്ടായിട്ടുള്ളൂ. ബേസിക്കലി നമ്മൾ കോളേജിൽ പോകുമ്പോൾ കോളേജ് സ്റ്റുഡൻസ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ചെറിയൊരു കൊച്ചു ദാരിദ്ര്യം ഇല്ലേ നമുക്ക്. അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ. ബട്ട് യാ, ഇറ്റ് മേക്സ് യു കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ജീവിതത്തിൽ ആദ്യമായിട്ട് മരിക്ക് പണിയൊക്കെ എടുത്തത് ഹോസ്റ്റലിൽ ജീവിച്ചപ്പോഴാണ്. എന്ത് പണിയെടുത്ത്? തുണി കഴുകണ്ടേ, അടിച്ചു വാരണ്ടേ, തുടക്കണ്ടേ, സ്വന്തം റൂംസ്, ആൻഡ് ടു കീപ് എവറിത്തിങ് ഇൻ ലൈൻ. നമ്മൾ ശരിക്കും ഒറ്റയ്ക്ക് ജീവിക്കുമല്ലോ. അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ, കുഞ്ഞൊക്കെ പ്രശ്നം, ലോകത്തിന്റെ വേദന വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, കുഞ്ഞി ലേശം ചെറിയ പൊട്ടാസ്. ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചപ്പം പറഞ്ഞത് എന്റെ ദാരിദ്ര്യം ഇങ്ങനത്തെ ഒക്കെ ദാരിദ്ര്യമായിരുന്നു. വെൽക്കം ബാക്ക് ടു സ്പോട്ട്ലൈറ്റില് രജിഷ വിജയനാണ് അരുണിന്റെ കൂടെ. ഇത്ര നേരമായിട്ട് ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രജിഷ. തന്റെ വലിയൊരു ആഗ്രഹമാണ് ടാറ്റു ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ടാറ്റു ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനം എടുക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞത്. വേറെ എന്തൊക്കെയാണ് രജിഷ ബക്കറ്റ് ലിസ്റ്റിൽ? പിന്നെ ഉള്ളത് ഒരു ടൂറാണ്. ആഫ്രിക്ക, യൂറോപ്പ്, ഓഫ് കോഴ്സ്. ഹൂ ഡസ് നോട്ട് വാണ്ട് ടു? കൺട്രി സൈഡ് ലവർ എന്തായാലും യൂറോപ്പില് മിനിമം 3 മാസമെങ്കിലും കാണും. എന്നാലും ഇത് മൊത്തത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഐ വോണ്ട് ഗോ ടു അന്റാർട്ടിക്ക. പെങ്കിനോട് കഥയൊക്കെ പറഞ്ഞ് ഈ ഓൾമോസ്റ്റ് എവ്രിവെയർ എനിക്ക് എല്ലായിടത്തും പോകണം എന്നാണ് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. എവിടെ ലൈക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ ജീവിത കാലാവധിയിൽ എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മൂൺ, ജൂപ്പിറ്റർ, സാറ്റേൺ, പ്ലൂട്ടോ. ഐ ഡോണ്ട് തിങ്ക് എന്നെ കൊണ്ട് അത് പറ്റുമെന്ന്. ഭൂമി, ഞാൻ ജനിച്ച എൻ്റെ പ്ലാനറ്റ് എന്നെ കൊണ്ട് പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. ബക്കറ്റ് ലിസ്റ്റിൽ വേറെ ഒന്നുമില്ല, ഈ കുറെ സ്ഥലം കാണാം, ടാറ്റു അടിക്കണം, പിന്നെ ഓസ്കാർ. അയ്യോ, ദാറ്റ്സ് നോട്ട് ഇൻ ദ ബക്കറ്റ് ലിസ്റ്റ്. അത് ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമൊന്നുമല്ല. ഒരു വൈൽഡസ്റ്റ് ഡ്രീം എന്നൊക്കെ നമ്മൾ പറയില്ല, ചെറുപ്പത്തിൽ നമ്മൾ കണ്ടോണ്ട്. ഓ, താങ്കൾക്ക് വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നുണ്ട്. പക്ഷേ
Don't think that way. Be പക്ഷെ positive. വേറൊരു Man. കാര്യം എന്താണെന്ന് The whole universe conspires, man, for getting you the Oscar. സൗണ്ട് സോ സ്റ്റുപ്പിഡ്. അത് കേട്ട് ആൾക്കാർ പുച്ഛിച്ച് തള്ളുമെങ്കിൽ പോലും someone says if you dream, ഞാൻ ആക്ച്വലി ഓസ്കർ സ്വപ്നം കണ്ടോണ്ടായിരിക്കും സ്റ്റേറ്റ് അവാർഡ് വരെ എത്തിയത്. സി റൈറ്റ്, ഞാൻ അപ്പൊ എന്ത് സ്വപ്നം കണ്ട ഓസ്കാർ എത്തും. ആൾക്കാർക്ക് ഭയങ്കര എളുപ്പമാണ് പറയാൻ ഓസ്കാർ എന്നൊക്കെ, ബട്ട് ഇറ്റ്സ് വെരി ഡിഫറെന്റ് പ്രോസസ്. ദ ഹോൾ പ്രോസസ് ഓഫ് യു ഗെറ്റിംഗ് എൻ അവാർഡ്, ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഞാനൊരു തമാശക്ക് പറഞ്ഞതാ ഓസ്കാർ, അത് വിട്ടേക്ക്. കുട്ടി പെട്ടതൊക്കെ സീരിയസ് ആയി. ബക്കറ്റ് ലിസ്റ്റ് കഴിഞ്ഞു. ബാക്ക് ടു സീരിയസ് ക്വസ്റ്റ്യൻ. പണ്ട് അനുരാഗ കരിക്കൻ വെള്ളം സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഡ്രോയിങ് ക്ലാസ്സിന് പോയിരുന്നോ? ആർക്കിടെക്ചറൽ ഡ്രോയിങ്. ഞാൻ വരച്ചെല്ലാം കാർട്ടൂൺ പോലെയായിരുന്നു. പറയുമ്പം പറയാലോ, ഡ്രോയിങ് ഒക്കെ വരച്ചു ഡെയിലി സ്കെച്ച് ചെയ്യായിരുന്നു. എന്ത് വരച്ചാലും എനിക്ക് മലയും സൂര്യനും കുറെ പറവയും ഒരു വീടും ഒരു ചെടിയും ഒരു പൂവും മാത്രമേ അറിയൂ. അത് മാത്രം ഞാൻ അസലായിട്ട് വരയ്ക്കുകയും ചെയ്യും. എനിക്കാണ് ഇവരെന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയും ദിശ വരയ്ക്കും. എന്നിട്ട് ഞാനിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് കുറെ വര അങ്ങോട്ടും കുറെ വര ഇങ്ങോട്ടും വരും. എന്നിട്ട് എന്ത് വരച്ചാലും കാർട്ടൂണാ. പക്ഷെ അത് കാർട്ടൂണിസ്റ്റിന് വരെ മരിക്കാൻ തോന്നുക കാർട്ടൂൺ. അയ്യോ, ഇറ്റ് വാസ് ബാഡ് മാൻ. ഇതുകൊണ്ട് വരയ്ക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ല ബയോളജിയിൽ സ്കെച്ചൊക്കെ ഞാൻ എങ്ങനെയാ വരച്ചത്. സിനിമാക്കാരന് വേണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേക ഇല്ല, ടൂറിസത്തിലായിരുന്നു പുള്ളിക്കാരിക്ക് ജോലി. അത് പിന്നെ കുറെ കണ്ട് ശീലിച്ചോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നങ്ങനെ സാരയുടെ ജോലിയിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഒരു നായികയുടെ രോദനം എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. ജേർണലിസം ആൻഡ് മാസ് കോം പഠിച്ചിട്ടാണ് രജീഷ ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജേർണലിസ്റ്റിന് പിന്നെ പോവാഞ്ഞേ? എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായത്തിൽ ഓവറാ. അപ്പൊ ഈ അഭിപ്രായമുള്ള ആൾക്കാർ ജേർണലിസത്തിൽ പോകരുത്. കാരണം അറ്റ്ലീസ്റ്റ് ഉണ്ടായാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൽ അത് കാണരുത്. യു ഹാവ് ടു റിപ്പോർട്ട് സംതിങ് അൺബയസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിന്ന് ഫോളോ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ കാരണം നോ ഓൾ ദ ട്രൂത്ത് ആൻഡ് ജസ്റ്റ് ഗിവ് ദ ട്രൂത്ത്. ആൾക്കാർക്ക് നമുക്ക് അറിയുന്ന ഫാക്ട്സ് പറഞ്ഞു കൊടുക്കുക മാത്രം. അത് എങ്ങനെ ജഡ്ജ് ചെയ്യണം എന്നുള്ളത് മുന്നിലിരിക്കുന്ന ഓഡിയൻസ് അല്ലെ വായിക്കുന്ന റീഡർ ആയിരിക്കണം അത് ജഡ്ജ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ നമ്മളായിട്ടങ്ങ് അടിച്ചേൽപ്പിച്ചു കൊടുക്കല്ലേ. അപ്പോൾ ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ രണ്ടെണ്ണം ഞാൻ പഠിച്ചാൽ ഒന്ന് ഫിലിമും ഒന്ന് ആങ്കറിങ് വരും. സോ ആ സമയത്താണ് ഇവിടെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വെക്കേഷന് വരെയായിരുന്നു. വെറുതെ ഓഡിഷന് പോയി കിട്ടി. പിന്നെ ഐ ജസ്റ്റ് ഷിഫ്റ്റ് ടു കൊച്ചിൻ. ഒരു വർഷം ഒറ്റയ്ക്കായിരുന്നു കൊച്ചിയിൽ. പിന്നെ പേരൻസ് സ്കീം ഡൗൺ. അച്ഛൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ എടുത്തിട്ട് വന്നു. ഇപ്പൊ പഠിക്കുന്നൊന്നുമില്ല. സോ ഹാപ്പി റൈറ്റ് നൗ പ്ലീസ്. ഇപ്പൊ വളരെയധികം സന്തുഷ്ടവതിയായ ഒരു കുട്ടിയാണ് ഞാൻ. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാത്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റില്ല. ഡിസ്റ്റൻസ് പറ്റില്ല. എനിക്ക് കോളേജിൽ പോയിട്ട് ക്ലാസ് ആയിട്ട് പഠിക്കാം. ഞാൻ വീട്ടിൽ വന്ന് തിരിച്ച് പഠിക്കുന്ന കുട്ടിയല്ല. ക്ലാസ് ആയിട്ടാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. അത് മാത്രമേ പറ്റുള്ളൂ. കോളേജ് ടോപ്പർ ആയിരുന്നാ? മൂവീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അക്കാഡമിക്സ് മോശമാവല്ലോ എന്ന് പാരന്റ്സ് ഒക്കെ പറഞ്ഞു. മൈ പേരൻസ് ലൈക്ക് ടോട്ടലി കൂൾ പീപ്പിൾ ആണ്. അതുകൊണ്ടാണല്ലോ MBBS വേണ്ട എനിക്ക് ഈ ജേർണലിസം മാസ് കോം എന്ന് പറഞ്ഞപ്പോൾ സ്പോട്ടിൽ ഒരു കാര്യം പോലും ചോദിക്കേണ്ടവർ യെസ് പറഞ്ഞത്. അപ്പൊ അവർക്ക് ഞാൻ പഠിക്കണം ടോപ്പർ ആണെന്ന് പോലും ഇല്ലായിരുന്നു. പക്ഷെ അവർ എൻ്റെ അടുത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് പ്ലസ് ട്രസ്റ്റ് മീ, ആമിറ്റി ഭയങ്കര ഫീസാണ്. കാരണം പ്രൈവറ്റ് കോളേജ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അതുപോലെ ഒരു തവണ പോലും ഡൗട്ട് ചെയ്യാണ്ട് വിട്ടോണ്ട് ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചു. ഐ എൻജോയ്ഡ് ഓൾസോ. പക്ഷെ അങ്ങനെ പഠിച്ചുകൊണ്ട് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഫീസ് കുറേയൊക്കെ കുറഞ്ഞു. അപ്പോൾ പിന്നെ അഫ്കോഴ്സ് അതിൻ്റെ വഴി അങ്ങ് ടോപ്പറായി പോയതാണ്. ടോപ്പറായപ്പോൾ ഐ ടോൾഡ് ദം ഐ വോണ്ട് ടു ഡു ആങ്കറിങ്. ഓക്കെ മോളെ ചെയ്തു ആങ്കറിങ്. അതിൻ്റെ ഞാൻ പറഞ്ഞ സിനിമ സിനിമ മോളെ ഏതാ ക്യാരക്ടർ എന്താ ഞാൻ കഥ പറഞ്ഞു അടിപൊളി മോള് പോയി ചെയ്തു. എനിക്കില്ലാത്ത കോൺഫിഡൻസ് ചെയ്തു. കരിക്കും മോളെ ഞാൻ പറഞ്ഞ അമ്മ വേണ്ട എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് പറ്റും. എന്താ മോളെ കഥ അങ്ങ് പറഞ്ഞോളൂ. നല്ല കഥയാണല്ലോ, എന്താ മോള് ചെയ്തത്? മോളെ കൊണ്ട് പറ്റും. എനിക്കില്ലാത്ത കോൺഫിഡൻസ് ദേ ആർ ദ വൺസ് ഹു ഗേവ് മീ. സോ അങ്ങനെ ഒരു പ്രശ്നമല്ല. മക്കള് കരിയറിൽ ബിക്കോസ് ദേ നോ ദാറ്റ് ദേ ആർ വെരി പ്രൗഡ് ഓഫ് മീ ചെറുപ്പം മുതലേ. ആൻഡ് ദേ നോക്കി ഞാനൊരു നല്ല കാര്യം എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പേരൊക്കെ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഗോ ടു ദ പേരൻസ് ഓൾസോ. സോ ദേ ആർ വെരി ഓപ്പൺ ടു ദാറ്റ്. അതെ. അപ്പം അച്ഛൻ വിജയനാണെന്ന് അറിയുന്നതിനേക്കാളും രജിഷയുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം. സോ അങ്ങനെ അത്ര സപ്പോർട്ടീവ് പേരൻസ് കിട്ടിയോണ്ടാട്ടോ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ട്രസ്റ്റ് മീ. സോ ട്രൂലി ബ്ലെസ്ഡ്. ഹാപ്പി ഡോട്ടർ ഹാപ്പി പേരൻസ്. നൈസ്. പണ്ടൊക്കെ പറയാറുണ്ട് 5-8 സ്കൂൾ കഷ്ടപ്പെട്ടിട്ട് കയറി ഇറങ്ങിയിട്ടാണ് 10ാം ക്ലാസ് വരെ ഒപ്പിച്ചതെന്ന്. ഇതേപോലെ ഇഷ്ടംപോലെ സ്കൂളിൽ പഠിച്ച് ഇഷ്ടംപോലെ നാട്ടിൽ പഠിച്ച് ഇഷ്ടംപോലെ ഭാഷകളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ബംഗാളി, മറാഠി, കൊങ്കിണി, തെലുങ്ക്. ആരാ പറഞ്ഞതൊക്കെ? ബേസിക്കലി ഐ എം വെരി ഫ്ലുവൻറ്റ് ഇൻ ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ലൈക്ക് ഐ ക്യാൻ റീഡ്, റൈറ്റ് ആൻഡ് ടോക്ക് ഇൻ ദോസ് ലാംഗ്വേജസ്. പണ്ട് എനിക്ക് ബംഗാളിയും പഞ്ചാബിയും സംസാരിക്കാൻ അറിയായിരുന്നു. പണ്ട് ലൈക്ക് അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പം ഞാൻ മറ്റേ നോർത്തിലൊക്കെ പഠിച്ച സമയത്ത്. ഇപ്പം എനിക്ക് സംസാരിക്കാറില്ല. എനിക്ക് കേട്ടാൽ മനസ്സിലാവും. 7th 8th പഠിക്കുമ്പോഴാണ് ഞാൻ പഞ്ചാബിലുണ്ടായിരുന്നത്. സോ യു കനോട്ട് ഇപ്പോഴും അത് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. കാരണം എന്നിട്ട് ഞാൻ നാട്ടിലേക്കാണ് വരുന്നത്. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ 4 വർഷം കണ്ടിന്യൂസ്ലി നാട്ടിലായിരുന്നു. അപ്പം ടച്ച് വിട്ടുപോയാൽ ലാംഗ്വേജ് മറന്നു.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നാട്ടിലാരേലും വേണം പഞ്ചാബി സംസാരിക്കാൻ, ആരൊക്കെ. സോ ആ ഒരു കാര്യം കൊണ്ടാണ്. പക്ഷെ കേട്ടാ മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് എ വെരി ഹാർഡ് ലാംഗ്വേജ് ഫോർ മീ. എനിക്ക് തെലുങ്കൊന്നും മനസ്സിലാവില്ല കേട്ടാ. ഒന്നും എനിക്ക് ഈ 2 ഭാഷ. തമിഴ് പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് തമിഴ് പടം കുറച്ച് കാണുന്നതുകൊണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. പറയാൻ എനിക്ക് അതും അറിയില്ല. പക്ഷെ തെലുങ്കും കന്നഡ ലൈക്ക് ഏലിയൻ ലാംഗ്വേജ് ആണ്. എനിക്ക് മനസ്സിലാവില്ല. ആകെ മര്യാദയ്ക്ക് അറിയുന്ന 3 ഭാഷ മാത്രമേ ഉള്ളൂ. പിന്നെ ഐ നോ ലിറ്റിൽ ബിറ്റ് ജർമ്മൻ. പിന്നെ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. ഒരു ജർമ്മൻ കവിത പാടും. കവിത ഒന്നും അറിയില്ല. എന്തെങ്കിലും ചെറിയൊരു ജർമ്മൻ കവിത. കവിത ഒന്നും അറിയത്തില്ല. കുറച്ച് സാധനങ്ങൾ വേണം പഠിപ്പിച്ചിട്ട്. മൈ നാമ ഇസ് രജീഷ വിജയൻ. ദാറ്റ്സ് മൈ നെയിം ഇസ് രജീഷ വിജയൻ. ഇഷ് കോമെ ഔസ് കേരള. ഐ ആം കമ്മിങ് ഫ്രം കേരള. പിന്നെ ഇഷ് ലീബേ ഡിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ് ബീഡേ ഡിഷ്. ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? ഇഷ് ബീഡേ അല്ല, ഇഷ് ലീബേ ഡിഷ്. ഇഷ് ലീബേ ഡിഷ്. എന്താ കഴിച്ചേ? ഐ ലവ് യു. ഷോ ഇഷ് ലീബേ ഡിഷ് അതാണ്. സോ നൈസ്. ഇഷ് ലീബേ ഡിഷ്. ഇറ്റ്സ് വെരി ഈസി. പിന്നെ ജർമ്മന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷുമായിട്ട് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര കണക്റ്റഡ്. ഗുഡ് നൈറ്റിനെ ഗുട്ടൻ നാത്ത്. ഗുട്ടൻ നാത്ത്. ഗുഡിന് ഗുട്ടൻ എന്നാ പറയാ. ഗുഡ് മോർണിംഗ് ആണ് ഗുട്ടൻ മോർഗൻ. ഓക്കെ, ഗുഡ് നൈറ്റ് ആണ് ഗുട്ടൻ നാക്ട്. ഗുഡ് ഡേ ആണ് ഗുട്ടൻ ടാഗ്. റീസെന്റ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു കമ്പയറിംഗ് ജർമ്മൻ ലാംഗ്വേജ് വിത്ത് അതർ ലാംഗ്വേജസ്. അപ്പം അതിൽ ഈ ജർമ്മൻ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര അഗ്രസീവ് ആണ്. ജർമ്മൻ ഇസ് എ വെരി എന്താ പറയുക മാസ്കുലിൻ ലാംഗ്വേജ് ആണ്. ലൈക്ക് ഭയങ്കര റഫാണ്. അങ്ങനെയൊക്കെ. ഞാനത് കുറച്ച് ഫെമിനിറ്റിയിൽ പറയുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഏറ്റവും സെക്സി ആയിട്ടുള്ള ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. ഒരു ആനന്ദമാണ്. ഈ ഐസ് കലിഞ്ഞവൻ ഹിന്ദി മൊത്തം കറങ്ങി നടന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് രജിഷ. 5, 6, 7 സ്കൂൾ. കേരളത്തിൽ എത്ര സ്കൂൾ? കേരളത്തില് 1, 2, 3 സ്കൂൾ. 3 സ്കൂൾ കേരളത്തിൽ. 1 പഞ്ചാബിലോ? 1 പഞ്ചാബ്, 1 പൂനെ, 1 അഗർത്തല. ത്രിപുരയിലൊക്കെ പോയി. ബ്യൂട്ടിഫുൾ പ്ലേസ്. അടിപൊളിയായിരുന്നു. നമ്മുടെ നാട് പോലെ തന്നെ. പക്ഷെ എന്ത് രസമാണെന്നറിയോ അത്? കാരണം ഞാൻ തിരിച്ചു വന്നത് ഫ്ലൈറ്റിലായിരുന്നു. പോയത് മറ്റേ ഗുവാഹട്ടിന്ന് ബസ്സാ. ഓക്കെ, അപ്പം ഗുവാഹട്ടി എന്ന് പറയുമ്പോൾ ആസാം. നീ മറ്റേ നിങ്ങള് നീലാകാശം പച്ചക്കടൽ ചുവന്ന മൂവി കണ്ടല്ലോ, അതിനേക്കാളും ഉണ്ട് വഴി. കാരണം അവരവിടെ അരുണാചൽ പ്രദേശ് ആ ഒരു ഏരിയ വരെ പോയിട്ടുള്ളൂ. ഇത് അവിടുന്ന് റോഡ് എന്ന് പറഞ്ഞാൽ കൊക്കയാണ്, മൊത്തം കൊക്കയാ. ഇപ്പൊ ബസ് പോയോ, ഇപ്പൊ ചത്തോ തോന്നുന്നു. പക്ഷെ എന്ത് ഭാഗ്യാന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സീനറി ഓർമ്മയുണ്ട്. പണ്ട് പോസ്റ്റർ അതുപോലെ ഇരിക്കും സ്ഥലം. ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ. എന്റെ ലിച്ചി മാങ്ങയൊക്കെ ചാക്കിൽ ഇങ്ങനെ കിട്ടും വീട്ടിലേക്ക്. വെറുതെ അവർക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. പഞ്ചാബ്. ഓ ഫുഡ് ഈ പഞ്ചാബ് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? ഫുഡ് ടേസ്റ്റ് മാത്രല്ല, അവർക്ക് നമ്മൾ കഴിച്ചില്ല അവർ കരയും, അല്ലെ അവർ നമ്മൾ വിളിച്ച് നമ്മൾ തല്ലും. അങ്ങനെ നമുക്ക് തോന്നി ഇപ്പടി കിട്ടും തിന്നോ, ഇപ്പടി കിട്ടും. അവർ മെയിൻ ഉണ്ട് കേട്ടോ, സർസോക്ക സാഗ് ആൻഡ് മഖേദി റൊട്ടി എന്ന് പറയും. മഖേ എന്ന് പറഞ്ഞാൽ കോൺ ഫില്ല് ചെയ്തിട്ടുള്ള പറാഠ പോലത്തെ റൊട്ടി. സർസോദ സാഗ് എന്ന് പറയുന്നത് സ്പിനച്ച്, അതായത് നമ്മൾ ചീരയുടെ കറി. പിന്നെ അവരുടെ നോൺ വെജ്, അവരുടെ ചിക്കൻ, ഓ മൈ ഗോഡ്, ബട്ടർ ചിക്കൻ, കടായി ചിക്കൻ, ഓൾ ദോസ് ചിക്കൻ. പിന്നെ അവർക്ക് പൂരിയുടെ കൂടെ ഇവിടെ ഒന്നും കിട്ടാത്തൊരു ചന മസാല ഉണ്ട്. ഓ ഗോഡ്. പിന്നെ അവിടുത്തെ പാല്, ലൈക്ക് അവർ ഡയറി ഏറ്റവും കൂടുതൽ പാല് ഉണ്ടാവുന്ന വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ് പഞ്ചാബ്. സോ അവർക്ക് അങ്ങനെ കട്ടിത്തൈര്, കട്ടിപ്പാല്, അതുകൊണ്ട് ഉണ്ടാക്കിയ സ്വീറ്റ്സ്. ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ലാതെ ആ വാക്കുകളുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്. അവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ കഴിപ്പിക്കുന്നത്, കഴുകി ഖാവ്. അത് പഞ്ചാബീസ് ജർമ്മൻസിനെ പോലെയാണ്, ഭയങ്കര റഫ് ലവിങ് അവര്. നമ്മള് ഇപ്പൊ തലക്ക് കിട്ടുന്നു. ഭയങ്കര, അതായത് ഷോപ്പിൽ പോയാൽ പോലും ഇവിടെയൊക്കെ നാട്ടിൽ പോയാൽ നമുക്കൊരു കറി കുറച്ച് കിട്ടും. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു കുഞ്ഞു കറി തോന്നാണ്. എസ്പെഷ്യലി എനിക്ക് കൊച്ചി തോന്നാറുണ്ട് കേട്ടോ. കോഴിക്കോടേക്ക് അധികം തോന്നാറില്ലെങ്കിൽ കൊച്ചിയിൽ നമ്മൾ കൂടുതൽ വലിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ക്വാണ്ടിറ്റി അവർ കുറയ്ക്കുമല്ലോ. അവിടെ അങ്ങനെയല്ല, അവിടെ വിളമ്പ് തന്നെ നമ്മൾ ഇവിടെ നാട്ടിൽ മീൽസിൽ ചോറ് വിളമ്പുന്ന പോലെയാണ് അവിടെ ബാക്കി എല്ലാം വിളമ്പുന്നത്. ഓ, ഐ മിസ് ദം. പിന്നെ ഓഫ് കോഴ്സ് ഡൽഹി വാസ് അമേസിങ്. ഡൽഹിയിൽ പോയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഫുഡും കിട്ടും. ഈ രാജസ്ഥാനി, ഗുജറാത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യൻ ഫുഡ്. ഇത്രയും സ്ഥലത്ത് ഫുഡ് അല്ലാതെ ലൈഫിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? നേരത്തെ ചോദിച്ചില്ല എന്ത് പ്രൊഫഷണൽ ആളെ കല്യാണം കഴിക്കണം. ഒരു ഷെഫാണ്, എനിക്ക് മതി, ഞാൻ ഒപ്പം കെട്ടുന്നൊക്കെ. ഉസ്താദ് ഹോട്ടലിലെ പെണ്ണുകാണൽ പോലെ ഒരു ഷെഫ് വന്നു കഴിഞ്ഞാൽ അപ്പ കല്യാണം ഉറപ്പിച്ചു. ഇല്ല, അറ്റ്ലീസ്റ്റ് കെട്ടാൻ പോകുന്നവന് കുറച്ചെങ്കിലും കുക്കിംഗ് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ആൾക്കാർ ശരിക്കും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ ചക്കപ്പോത് പോലെ വളർന്ന ഒരു കുട്ടിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരുത്തി പറയാം. ഡോണ്ട് വറി.
വളരെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഇതൊരു വൃന്ദാവനമാണ്. വൃന്ദാവനോ? ഇതെന്താ? ഹലോ, സൗന്ദര്യം തുളുമ്പുന്ന ഒരു അപ്സരസാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഓ ഗോഡ്, അപ്സരസ് ഇതൊക്കെ ഞാൻ പറയിപ്പിച്ചല്ല. റാപ്പിഡ് ഫയർ റൗണ്ട് സ്റ്റാർട്ട്സ്. തമിഴ്നാട്ടിലായിരുന്നോ? എന്താ ഒരു തമിഴ് ടച്ച് ഉണ്ട് സംസാരിച്ചത്. റിയാക്ട് വിത്ത് വൺ വേർഡ്. ഓക്കെ, എനിക്ക് ഒറ്റ വാക്ക് ഭയങ്കര ഒറ്റ വാക്കേ പാടുള്ളൂ, അധികം കൂടാൻ പാടില്ല. ഓക്കെ. കുറച്ച് ആൾക്കാരുടെ പേരാ. എനിക്ക് അറിയുന്ന ആൾക്കാരാണോ? ഒബ്വിയസ്ലി അറിയാത്ത ആളെ പറ്റി നമ്മൾ ചോദിക്കുവോ? 1 2 3 വിനീത് ശ്രീനിവാസൻ. ഹ്യൂമിലിറ്റി, വിനീതം, വിനയം. ഈസ് ആൻ അമേസിംഗ് ഫിൽം മേക്കർ. ഇത് കുറച്ച് കൂടുതൽ വാക്കായി പോയി വിനീതേട്ടന്. ബട്ട് യാ, ഹി ഡിസേർവ്സ് ഓൾ ഓഫ് ഇറ്റ്. ആസിഫ് അലി. Asif Ali would be the prankster, very down to earth and superbly talented. ദിലീപ്. ഒരേ സാർ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഞാൻ down to earth പറഞ്ഞോ? ആ, നേരത്തെ പറഞ്ഞു. superbly talented പറഞ്ഞു. I would say self-made superstar. ബിജു മേനൻ. അയ്യോ, ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിജു ചേട്ടനെ. ബിജു ചേട്ടൻ ഇസ്, എനിക്ക് എന്താ പറയാ, versatile. എന്ത് കൊടുത്താലും ആ മനുഷ്യൻ അടിപൊളിയായിട്ട് ചെയ്യും. അങ്ങനെ ഒരു ആക്ടറാണ്. പുള്ളി ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു ബുക്കൊക്കെ തന്നായിരുന്നല്ലോ അല്ലേ? അതെ, അതുകൊണ്ടല്ലേ ഇത്ര ഇഷ്ടം. എനിക്ക് മറ്റേ ഉണ്ണിയാറില്ലേ, ഉണ്ണിയേട്ടന്റെ കഥകളുടെ ഒരു സമാഹാരം, ആ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതില് ലീല ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റോറി ലീലയായിരുന്നു. അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ വിജയേട്ടൻ അധികം സംസാരിക്കത്തൊന്നുമില്ല, പക്ഷെ നമുക്ക് ആ ഒരു വൈബ് കിട്ടും. പുള്ളി നമ്മളുടെ ആരൊക്കെയാണെന്നുള്ള ഒരു വൈബ്. പിന്നെ ഐ ജസ്റ്റ് ലവ് സംയുക്ത വർമ്മ. അപ്പൊ അതും ആഡ്സ് അപ്പ്. രജി പഠിക്കാൻ. അയ്യോ, 2 തവണ എന്റെ അമ്മായിപ്പനെ. ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മിസ്ലെഡ് ആയി പോകും. അതായത് അവർക്ക് ജാട ഉണ്ടെന്നോ, അല്ലെങ്കിൽ യുനോ അവർ കുറച്ചൊരു എന്താ പറയുക മസിൽ പിടിച്ചിരിക്കുന്ന ഒരാളാണ് നമുക്ക് തോന്നും. ഭയങ്കര കൂൾ, സൂപ്പർ കൂൾ, കൂൾ ഡാഡ് എന്നൊക്കെ പറഞ്ഞപ്പോ കൊണ്ടുവരുന്നത് രഞ്ജി പണിക്കരാണ്. വെള്ളത്തിൽ കുടിച്ചത് ബിയർ, കരിക്കും വെള്ളം, പച്ചവെള്ളം. ദാറ്റ് വാസ് ഹാപ്പി ഫിസ്. കളഞ്ഞു. കൊച്ചിയിൽ ഒരു ദിവസം കിട്ടിയ എങ്ങനെ സ്പെൻഡ് ചെയ്യും? രാവിലെ എണീറ്റ് കുളിക്കുന്നതിന് മുമ്പ് യോഗയ്ക്ക് പോയി ആൻഡ് ഓൾ ദാറ്റ്. വീട്ടിൽ വന്ന് ആദ്യം പേരൻസിനൂടെ ലഞ്ചിന് പോവാം. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു പടം പോയി കാണും. ഇപ്പം താങ്ക്ഫുള്ളി ഞാൻ ഒരു സിനിമാക്കാരനായിരിക്കും കാണുന്നത്. പിന്നെ രാത്രി പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കുമല്ലോ. ഈ കഴിപ്പല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാവോ? പിന്നെ എന്താ ചെയ്യാൻ പറ്റുക കൊച്ചിയിൽ? താങ്കളൊന്ന് പറഞ്ഞ എന്താ ചെയ്യാൻ പറ്റുക? വേറെ ഒന്നും ഇല്ല ഇവിടെ ചെയ്യാൻ. വേറെ ഇതിപ്പോ കൊച്ചിന്ന് വിട്ടേക്ക്. ഇപ്പം സാധാരണ പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇത് തന്നെയാണോ ഫോളോ ചെയ്യുക? ഇല്ല, ഒരു പുതിയ സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ മെയിൻ നോട്ടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വിൽ ബി നൈസ് ലൊക്കേഷൻസ് ആൻഡ് വാട്ട് ഐ ക്യാൻ ഡു ദർ. ഫോർ എക്സാമ്പിൾ, ഐ എം ഗോയിങ് ടു വർക്കല. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ്. വർക്കലയിൽ പോയാൽ ആദ്യം ഞാൻ അവിടെ പോകും, റൂമിൽ പോകും, ഫ്രഷ് ആവും, ഞാൻ ഡ്രസ്സ് മാറും, പോയി ബീച്ചിൽ ചാടും ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്കല. അതായത് ക്ലിഫ് ബീച്ചിൽ അവിടെ കുറെ ഈറ്ററീസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊരു ബുക്കും പോയിട്ടിരിക്കും. അപ്പൊ ബുക്ക് വായിച്ചോണ്ട് ഞാൻ കഴിച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ശരിക്കും കഴിച്ചിട്ട് ഹലോ ദെൻ ഐ ഷോപ്പ് ഫോർ എ ബിറ്റ്. കുഞ്ഞു എന്തെങ്കിലും സാധനം മേടിക്കും. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് ആഗ്രഹങ്ങൾ. അത്രേ ഉള്ളൂ. ഇത്ര നേരം നമ്മൾ എന്തൊക്കെ സംഗതികൾ കഴിച്ചു അല്ലേ? പഞ്ചാബ് കഴിച്ചു, ബംഗാൾ കഴിച്ചു, ഇവിടുന്ന് കഴിച്ചു, അപ്പയുടെ സാമ്പാർ കഴിച്ചു, വത്തക്ക കഴിച്ചു, ജ്യൂസ് മെമ്പർ കണ്ടോ? നല്ലല്ലേ? നമ്മൾ ജീവിക്കുന്നതന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ? അതിന് എന്നെ നോക്കി പറയണേ, മേലോട്ട് നോക്കുക, അറ്റത്തോട്ട്. അത് നമ്മളങ്ങനെ വലുതായി തടിക്കണം എന്നല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ഷുഡ് എൻജോയ് യുവർ ലൈഫ്. ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഔട്ട് ഓഫ് ഫുഡ് ആൻഡ് മൈ പീപ്പിൾ. സോ ദാറ്റ്സ് വാട്ട് ഐ ഡു. നൈസ്. എങ്ങനെയാണ് രജിഷ ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റോറി, ദ ബേസ് ഹാസ് ടു ബി ഇൻട്രസ്റ്റിംഗ്. ഇതുവരെ യുനോ എപ്പോഴും കേട്ട് മടുക്കാത്ത എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം എന്ന് ആഗ്രഹം. പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ ക്യാരക്ടറിന് വല്ലതും ചെയ്യാനുണ്ടാവണം. അല്ലെങ്കിൽ വെറുതെ 2 പാട്ടും ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ വൈൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ എപ്പോഴും അത് തന്നെ. പിന്നെ നമ്മൾ ചെയ്ത സാധനങ്ങളല്ലാന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് റിപ്പീറ്റ് ഇപ്പം എലി ആവാണ്ടിക്കണം, മെർലിൻ ആവാണ്ടിക്കണം, ഇപ്പം നീ ഇപ്പം സാര ആവാണ്ടിക്കണം എന്നുള്ള ഒരു ദാറ്റ്സ് ഓൾവേസ് ഇൻ ദ ബാക്ക് ഓഫ് മൈ ഹെഡ്. പിന്നെ ആഗ്രഹം ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരണമെന്നാണ്. ഇതുവരെ വന്നിട്ടില്ല. എലി, മെർലിൻ, സാര ഇവർ തമ്മിൽ എന്താ സിമിലാരിറ്റി? 3 ചോദിക്കുന്നതിന് മുമ്പും പറയാലോ. 2 പേരും സാര വിൽ ബി മോർ ടുവേർഡ്സ് എലി റാദർ ദാൻ മെർലിൻ. കാരണം മെർലിൻ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. ഒന്നും അതൊരു കന്യാസ്ത്രീ, ആ ഒരു ടോട്ടലി വേറെ ആണല്ലോ. സാര കുറച്ചും കൂടെ സംസാരിക്കുന്ന, കുറച്ചും കൂടി ചബ്ബി, ബബ്ലി, ക്യൂട്ട് അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ഭയങ്കര ഇന്നസെന്റ്. പക്ഷെ എലീന്റെ അത്ര വെറുപ്പിക്കലല്ല. യു അണ്ടർസ്റ്റാൻഡ്? കുഴപ്പമില്ല. രണ്ടും രണ്ടാണ് സാധനം. എനിക്ക് എങ്ങനെ എന്തെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. സിനിമ കണ്ടാലേ മനസ്സിലാവും. എന്നാ ബാക്കി കണ്ടിട്ട് മനസ്സിലാക്കാല്ലേ? അപ്പം അങ്ങനെയാണ്. താങ്ക് യു രജിഷ. സ്പോട്ടായിട്ട് കഴിഞ്ഞ കേട്ടാ. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഇറ്റ്സ് ഓൾ ഓവർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. യു വെൽക്കം. You know, it was a great experience. അപ്പൊ ഇനി വിളിച്ചാൽ വരണം കേട്ടോ. കൊന്നാലും ചത്താലും കത്തിക്ക് കൊത്തിയാലും വരൂല. ഉറപ്പാണോ? ഉറപ്പാ. ഒരിക്കൽ കൂടി